ആരംഭിച്ച KSRTC ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉദ്ഘാടനം മന്ത്രി ഗണേഷ് കുമാർ നിർവഹിച്ചു. കാട്ടാക്കടയിൽ KSRTC കൺവെൻഷൻ സെന്റർ തുടങ്ങും. മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. KSRTC കാട്ടാക്കട കൺവെൻഷൻ സെന്റർ തുടങ്ങുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. കാട്ടാക്കടയിൽ ആരംഭിച്ച KSRTC ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒരു എയർ കണ്ടീഷൻ കല്യാണ മണ്ഡപം വരാനുള്ള സാധ്യതയാണ്. അതിനിപ്പുറത്ത് ഒരു എയർ കണ്ടീഷൻ സത്യാലയം KSRTC ചെലവിൽ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു. അങ്ങനെ സതീശോട് സംസാരിച്ചിട്ട് പറഞ്ഞു, സതീശ എല്ലാം ഒരു ഡ്രൈവിംഗ് സ്കൂൾ തരട്ടെ. CMD ഞങ്ങൾ 3 പേരുണ്ട്, പൂജപ്പരാകൃഷ്ണനുണ്ട്. നമ്മൾ ഡ്രൈവിംഗ് സ്കൂളും. അപ്പോൾ സതീശൻ പിന്നെ എന്തും വേണ്ടെന്ന് പറയില്ല, കാട്ടാക്കടയ്ക്കെന്ന് പറഞ്ഞാൽ ഉടനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു പ്രമോദെ വന്ന വണ്ടികളിൽ നിന്ന് ഈ ദശരഥൻ ഭാര്യമാർക്ക് പായസം പതുത്തു കൊടുത്തതുപോലെ ഓരോ വണ്ടി എടുത്ത് കാട്ടാക്കടയും കൂടെ അന്ന് തുടങ്ങിയേക്കെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കാട്ടാക്കട ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടായത്. ആദ്യത്തെ ലിസ്റ്റിൽ കാട്ടാക്കട ഉണ്ടായിരുന്നില്ല. പക്ഷേ MLA കല്യാണ മണ്ഡപത്തിന് സ്ഥലത്തെ പൈസ തരാം എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഐഡിയ പറയുകയും പിന്നീട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു നീക്കം കാര്യമായി നടത്തുകയും ഈ ബസ് സ്റ്റേഷനിൽ മനോഹരമായ ഓഫീസും ക്ലാസ് മുറിയും മറ്റെല്ലാ സൗകര്യവും എടുക്കാൻ MLA മുൻകൈ എടുത്തു. അദ്ദേഹത്തോടെ നന്ദി പറയുകയാണ്. അങ്ങനെയാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഇവിടെ വന്നത്. അതിനൊരു ഫുൾ ക്രെഡിറ്റ് MLAക്കും അത് കഴിഞ്ഞാൽ പൂജപ്പരാകൃഷ്ണനാണ്. ഈ 2 പേരാണ്. കാട്ടാക്കട RTO ഓഫീസ് ഡിപ്പോയിലെ മന്ദിരത്തിലേക്ക് മാറ്റാൻ നടപടിയുണ്ടാകും. തട്ടിപ്പ് ലൈസൻസ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആധുനിക ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നതെന്നും അച്ചടക്കമുള്ള ഡ്രൈവിംഗ് സംവിധാനം നിലവിൽ വരുന്നതോടെ അപകടങ്ങളുടെ തോത് കുറയുമെന്നും മന്ത്രി പറഞ്ഞു. ഡിപ്പോയിൽ തുടങ്ങുന്ന ഹാൾ സത്യാലയത്തിൽ നിന്നും മറ്റ് കൺവെൻഷനുകൾക്കും മറ്റ് പരിപാടികൾക്കും നൽകും. എയർ കണ്ടീഷൻ ഉൾപ്പെടെയുള്ള സെന്ററാണ് വരുന്നത്. KSRTCയിൽ 13 സ്കൂളുകളായിരുന്നു. അത് ഇന്നിപ്പോൾ 24 സ്കൂളുകളായി മാറി. ഡ്രൈവിംഗ് സ്കൂളിനായി മുൻകൈയെടുത്തത് MLA IB സതീഷാണ്. ഗതാഗത വകുപ്പിലെടുത്ത തീരുമാനങ്ങൾ മോട്ടോർ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ ചേർന്ന് സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകൾക്കെതിരെ കൊണ്ട് സമരം നടത്തിപ്പിക്കുകയും ടെസ്റ്റ് നടത്താതെയും വന്നു. 6 മാസത്തിനുള്ളിൽ എല്ലാ ഡിജിറ്റലിലേക്ക് മാറും. ഇന്ത്യയിൽ ടിക്കറ്റ് ഡിജിറ്റലിലേക്ക് മാറ്റിയതും താൻ മന്ത്രിയായിരുന്നപ്പോഴാണെന്നും KSRTC സാമ്പത്തിക നഷ്ടത്തിലാണെങ്കിലും ജീവനക്കാരുടെ ശമ്പളം 1-ാം തീയതി തന്നെ വരും. കിട്ടാനുള്ള ജീവനക്കാരുടെ ശമ്പളം മുഖ്യമന്ത്രി തലത്തിൽ തീരുമാനമായി. അതും ഉടനെ ലഭ്യമാകും. IB സതീഷ് MLA അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ J ഹരീന്ദ്രൻ നായർ, KSRTC ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ PS പ്രമോജ്, ഫിനാൻസ് അഡീഷണൽ സെക്രട്ടറി KS അജയ്കുമാർ, A ഷാജി, കാട്ടാക്കട ATO ജ്യോതികുമാരി, കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം രാധിക, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഞ്ജുഷ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S വിജയകുമാർ, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പൂജപ്പുര രാധാകൃഷ്ണൻ, ഉണ്ണിക്കുട്ടൻ, അമ്പലത്തിൻകാല, നവോദയ കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീകൾക്ക് എന്താണ് കുറവെന്ന് എനിക്ക് മനസ്സിലായി. അവരുടെ കൂടുതൽ അവരെ പരിശീലിപ്പിക്കാൻ പാടാകും. അതുകൊണ്ട് കൂടുതൽ പൈസ വാങ്ങിക്കും. പക്ഷെ നമ്മൾ കൂടുതൽ പൈസ വാങ്ങിക്കുന്നില്ല. SC ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് നല്ല കൺസെഷൻ നമ്മൾ കൊടുക്കും. 2000 രൂപ വരെ മറ്റുള്ളവരെ കുറവാണ് SC ST സ്റ്റുഡൻസിന്. എന്നിട്ടും KSRTCയുടെ വരുമാനം ഈ 6-ാം മാസത്തിനും ഈ ജനുവരി മാസത്തിലുള്ള കണക്ക് ഫെബ്രുവരിയിലേക്ക് കയറുന്നില്ല, മാർച്ചിലേക്ക് കയറുന്നില്ല. 52,82,000 രൂപ. KSRTCയുടെ ധനകാര്യ വിഭാഗം ഓഡിറ്റ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് KSRTC ഇന്ന് വരെയുള്ള ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നുള്ള ലാഭം 31,64,000 രൂപയാണ് എന്ന് ഓർക്കണം. അപ്പോൾ കഞ്ഞിയിൽ കിടക്കുന്നത് ബാറ്റയാണോ സ്വർണ്ണമാണോ? ഏതാ പുതിയ വണ്ടി, KSRTCയിലെ ഉദ്യോഗസ്ഥരുടെ ശമ്പളം, പുതിയ മോട്ടോർ സൈക്കിള്, 6 ലക്ഷത്തിലേക്കും വിലയുള്ള സിമുലേറ്റർ അടക്കമുള്ള സംവിധാനങ്ങളോടെ തുടങ്ങിയ ആധുനിക KSRTC ഡ്രൈവിംഗ് സ്കൂളിന് 6 മാസം ഏതാണ്ട് 6 മാസം കൊണ്ട് ലാഭം 31 ലക്ഷം രൂപയാണെങ്കിൽ ഈ നാട്ടിലെ ചക്കട പൊക്കട വണ്ടി കൊണ്ട് ഡ്രൈവിംഗ് സ്കൂൾ നടക്കുന്നവരുടെ ലാഭം എത്രയാണ് എന്ന് ചോദിച്ചാൽ